ബോളിവുഡ് ആകെ ഏറ്റെടുത്ത ഏറ്റവും പുതിയ ട്രെൻഡി സീരീസാണ് ആര്യൻ ഖാന്റെ ബാർഡ്സ് ഓഫ് ബോളിവുഡ്. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ നിലവിൽ 1-ാം സ്ഥാനത്തുള്ള ഈ സീരീസ് ഇപ്പോൾ വലിയൊരു വിവാദത്തിലും ഇടം പിടിച്ചിരിക്കുന്നു. ബാർഡ്സ് ഓഫ് ബോളിവുഡിലെ ചില രംഗങ്ങളും ഡയലോഗുകളും വ്യക്തിപരമായും അല്ലാതെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് കാണിച്ച് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ മുൻ ഉദ്യോഗസ്ഥനായ സമീർ വാങ്കഡെ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ആര്യൻ ഖാന്റെ സീരീസിൽ അതിൻ്റെ ചിൽ സ്വഭാവവും സംവിധാന മികവുമാണ് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അതിനോട് ചേർത്ത് പണ്ടത്തെ മയക്കുമരുന്ന് കേസും വാർത്തയാവുകയാണ്. സമീർ വാങ്കഡയോടുള്ള ആര്യൻ ഖാന്റെ പ്രതികാരമാണോ സീരീസിലെ ചില രംഗങ്ങൾ? ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത കോമഡി ഡ്രാമ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത് ഈ മാസം 18-നാണ്. ബോളിവുഡിനെ പശ്ചാത്തലമാക്കി ഒരുക്കിയ പക്ക എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് സീരീസ്. സറ്റയർ, സ്പൂഫ്, മാസ് എലമെൻറ്റുകൾ ഉൾപ്പെടുത്തിയൊരുക്കിയ സീരീസിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ബോളിവുഡിലെ സൂപ്പർ താരങ്ങളെല്ലാം കാമിയോ റോളിൽ എത്തുന്നു എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ആര്യൻ ഖാൻ ജയിലിൽ പോയ സംഭവവും ട്രോൾ രൂപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 എപ്പിസോഡുകളുള്ള സീരീസ് നെറ്റ്ഫ്ലിക്സ് റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പഴയ മയക്കുമരുന്ന് കേസ് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നുമുണ്ട്. 2021 ഒക്ടോബർ 3-ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മയക്കുമരുന്ന് റെയ്ഡിൻ്റെ ഭാഗമായി ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തു. മുംബൈയിലെ ഒരു ക്രൂയിസ് ഷിപ്പിൽ നടത്തിയ റെയ്ഡിലാണ് സോണൽ ഡയറക്ടർ സമീർ വാങ്കഡയുടെ നേതൃത്വത്തിൽ ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. ആര്യൻ ഖാൻ അടക്കം 6 പേർക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗം, വിൽപ്പന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. കേസിൽ ആര്യൻ ഖാന് ജാമ്യം ലഭിച്ചത് 25 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ്. ഗൂഢാലോചന ആരോപണം ഉയർന്നതോടെ കേസ് NCB ഉന്നത ഉദ്യോഗസ്ഥ സംഘം അന്വേഷിച്ചു. ആര്യൻ ഖാന് ക്ലീൻ ചിറ്റ് കിട്ടി. സമീർ വാങ്കഡെ അടക്കം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് കണ്ടെത്തി. വാങ്കഡെ കൈക്കൂലി വാങ്ങിയോ? അങ്ങനെ ആരോപണം ഉയർന്നിരുന്നല്ലോ. ആര്യൻ ഖാനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ സമീർ വാങ്കഡെ അടക്കമുള്ളവർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് കണ്ടെത്തി. 25 കോടി രൂപ നൽകണമെന്ന് ഷാറൂഖിനോട് ആവശ്യപ്പെട്ടതായി CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമീർ വാങ്കഡയുടെ ഹർജി ബോംബെ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്ന് സമീർ വാങ്കഡയെ മാതൃ സർവീസായ IRSലേക്ക് മാറ്റുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. സനീഷ്, എന്താ തോന്നുന്നത്? എന്തായാലും ഇത് ഷാറൂഖ് ഖാൻ്റെ ആ ഒരു എന്താണ് നമ്മളിപ്പോഴും ഇവൻ ഇതിൽ ഇവൻ എന്നൊക്കെ വായിൽ വന്നു പോകുന്നു. കാരണം ഷാറൂഖ് ഖാൻ നമ്മുടെ സ്വന്തം ആളാണല്ലോ. ഷാറൂഖ് ഖാൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അതെ, നമ്മുടെ സ്വന്തം പയ്യൻ എന്നുള്ള ആ ഒരു മൂഡായി പോകുന്നു. അതെ, അത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യമുണ്ട്. ഷാറൂഖ് ഖാനെ ഞാനിപ്പോൾ കണ്ടു തുടങ്ങുന്നത് ഏത് മുതലാണ്? ഫൗജി എന്ന് പറയുന്ന സീരിയൽ മുതൽ, അതിനുശേഷം വേറെ സർക്കസ് എന്ന് പറയുന്ന സീരിയൽ, ഇതിൽ അവിടെയാണല്ലോ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അപ്പം നമുക്കൊപ്പം വളർന്ന ഒരാളെന്നുള്ള മട്ടിലാണ് നമ്മൾ ഷാറൂഖ് ഖാനെ കാണുന്നത്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ മകൻ എന്നുള്ള മട്ടിൽ ആര്യൻ ഖാൻ. എന്തായാലും ആട്ടെ, ആര്യൻ ഖാൻ അതിഗംഭീരമായി ഈ ദൗത്യം നിർവഹിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ സീരീസ് ആ നിലയ്ക്കൊരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ആര്യൻ ഇതിനുള്ളിൽ സ്പൂഫ് ചെയ്യാനോ റോസ്റ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചിരിക്കുന്ന ഈ നെപ്പോട്ടിസം അടക്കമുള്ള ആനുകൂല്യങ്ങളും ആര്യൻ ഖാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത് ഇത്രയും ഗംഭീരമായി മാറുന്നതെന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. എങ്ങനെയാണ് തനിഷിന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ? ഇതിൽ എന്താണെന്ന് പറയുക, ഈ സീരീസ് ഞാൻ കണ്ടില്ല. ഞാൻ സാധാരണ ഈ ലിമിറ്റഡ് സീരീസ് ആകുമ്പോൾ പ്രത്യേകിച്ചും സമയമുണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ കാണാറുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചർച്ച ചെയ്യുന്നതിന് മുന്നേ പോയി കാണാൻ ഒരാളാണ്. പക്ഷേ ഇത് കാണാൻ പറ്റിയില്ല. ഇത് അടുത്ത ദിവസം കാണണം. ഇപ്പോൾ കാണാനുള്ളൊരു കാരണം കൂടിയായിരുന്നു. ഈ സമീർ വാങ്കഡെ ഹർഷൻ ഓർമ്മയുണ്ടോ? അതായത് സമീർ വാങ്കഡെ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത്, മലയാളികളുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്ന ഒരു ദിവസം മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെന്റിൽ ഫുൾ പേജ് ഭയങ്കര ഗംഭീരമാണ്. ഇയാളൊരു സൂപ്പർ ഹീറോ ആണ് എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഓർമ്മയിൽ. സമീർ വാങ്കഡെ എന്ന പേര് കേട്ട പിന്നെ ഇതിനേക്കാൾ മുന്നേ എനിക്ക് വരിക ആ ഫ്രണ്ട് പേജാണ്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ ഇയാൾ സൂപ്പർ ഹീറോ ആണെന്ന് പറഞ്ഞ തൊട്ട് പിന്നാലെ ഈ ഷാരൂഖ് ഖാൻ്റെ മകനെ അറസ്റ്റ് ചെയ്യുന്നു. 24 വയസ്സേ ഉണ്ടായിരുന്നല്ലോ ചെറുപ്പക്കാരനെന്ന് ഓർക്കണം. 24 വയസ്സ്, 22 ദിവസം ജയിലിൽ കിടന്നു. എങ്ങനെയാണ് ജയിലിൽ കിടക്കുന്നത്? അതായത് ലോകത്ത് തന്നെ ഏതെങ്കിലും മനുഷ്യർക്കുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന, ജനിച്ചത് തൊട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഈ എന്താണ് എലീറ്റ് കിഡ്, ഈ പറയുന്ന ഒരിക്കൽ പോലും ആ സുഖസൗകര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഈ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ, കോടതികളിൽ 22 ദിവസം ജയിലിൽ. അപ്പോൾ നമ്മൾ അന്ന് വായിച്ച ഒരുപാട് വാർത്തകളിൽ ഈ ഷാറൂഖ് ഖാൻ സാധാരണ ഒരു പിതാവായിട്ട് ആളുകളെ വിളിക്കുന്നു, വക്കീലന്മാരെ കാണുന്നു, എങ്ങനെയൊക്കെയോ പാടുപെട്ടിട്ട് ഏതായാലും ഇയാൾ ഇറങ്ങി 22 ദിവസത്തിന് ശേഷം ഒരു തെളിവുമില്ല എന്നാണ് ഇയാൾക്ക് ശേഷം, ഈ സമീർ വാങ്കഡയ്ക്ക് ശേഷം വന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പിന്നീട് അന്വേഷിച്ചത്. ഒരു തെളിവുമില്ല. അതായത് പിന്നീട് കാര്യങ്ങൾ മാറി മറിയുന്ന നമ്മൾ കണ്ട സമീർ വാങ്കഡയാണ് കുഴപ്പക്കാരൻ എന്നതിലേക്ക് എത്തുകയും ഏതാണ്ട് അതാണ് വിശ്വസനീയം എന്ന് തോന്നുന്ന ഒരു കാര്യത്തിലേക്ക് വരികയും ചെയ്തു. അന്നും നമ്മുടെ ശ്രദ്ധയിലുള്ളൊരു കാര്യം, ഹർഷൻ പറയുന്ന പോലെ ഈ ഷാറൂഖ് ഖാനെ നമ്മൾ വളരെ ചെറിയ പ്രായം തൊട്ട് കണ്ട, അയാളുടെ മുറിച്ച മുറി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇയാളുടെ മുഖം കാണുമ്പോൾ.
ഈ അന്ന് കുറച്ചുകൂടെ ഷാരൂഖ് ഖാൻ്റെ ചെറുപ്പത്തിലുള്ള കോലത്തിലാണ്. വളരെ ശാന്തനായിട്ടാണ് ഈ നമ്മൾ ചില ഫോട്ടോസെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കേസുമായിട്ടൊക്കെ പോകുമ്പോൾ വളരെ ശാന്തനായിട്ടാണ്, പിന്നെ മാസ്കൊക്കെ വെച്ചിട്ടാണ് കോടതി ഇറങ്ങി വരുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ ആണ് ഇയാൾ അതിനോടൊക്കെ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ സത്യത്തിൽ ഇതിനകത്ത് ഈ അന്വേഷണ ഏജൻസി അപ്പാടെ തന്നെ കളിയാക്കുന്നുണ്ടോ, അതിൻ്റെ ആംഗിൾ എന്താണെന്നും പറയാൻ നമ്മൾ കാണാത്തതുകൊണ്ട് അറിയില്ല. പക്ഷേ ഇത് കൊള്ളാമല്ലോ ഈ ചെറുപ്പക്കാരൻ എന്ന് തോന്നൽ ഒന്നുകൂടി ഉറച്ചു. സംഗതി അയാൾക്ക് നെപ്പോട്ടിസവും ഷാരൂഖ് ഖാൻ്റെ മകനൊക്കെയാണ്. പക്ഷേ പലതരത്തിലുള്ള മറ്റേതെങ്കിലും ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒന്ന് ഇയാൾ സംവിധാനം ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം സാധാരണ ഈ സൂപ്പർ താരങ്ങളുടെ മക്കൾ നേരെ വന്നിട്ട് അഭിനയിക്കുകയാണല്ലോ ചെയ്യുക. ചെറിയ പ്രായത്തിൽ വന്ന് അഭിനയിച്ച് ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളായിരുന്നു ഏറ്റവും ഗംഭീരമായിട്ട് ഹിറ്റ് ഉണ്ടാക്കി കൊടുക്കും, അവർ അടുത്ത ആളുകളായിട്ട് അങ്ങ് പോകും. പക്ഷേ ഇയാൾ സംവിധാനം എന്ന പണിക്കാണ് ആദ്യം പോയിരിക്കുന്നത്. അതും സിനിമയല്ല ചെയ്തിരിക്കുന്നത്, നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസാണ് എന്ന് ആലോചിക്കും. അതുമാത്രമല്ല ഈ ബോളിവുഡിനകത്തെ കഥയാണ് ചെയ്തിരിക്കുന്നത്. ഇയാൾ തിരക്കഥ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിൽ സവിശേഷതയാർന്ന കാര്യങ്ങൾ. ഇവർ ഇതിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് വന്നത് അച്ഛൻ ഷാരൂഖ് ഖാനും ഗൗരി ഖാനും ഈ സഹോദരിമാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ആ വർത്തമാനം കാണാം. അപ്പോൾ എനിക്ക് തോന്നി ഈ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം എന്നുള്ള സിനിമയിലുള്ള പോലെ അന്ന് 24-ാമത്തെ വയസ്സിൽ അനാവശ്യമായിട്ട് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടപ്പോൾ എന്തെങ്കിലും ഒരു പണി ഞാൻ നിനക്ക് തരും എന്നയാൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും, ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അത് കലാകാരനായതുകൊണ്ട് കലയിലൂടെ കൊടുത്തു എന്ന് കണ്ടിട്ട്, ഇത് സമീർ വാങ്കഡെ പറഞ്ഞാൽ നമ്മൾ അറിയില്ലായിരുന്നു. സമീർ വാങ്കഡെ ഏതായാലും അതിൻ്റെ അകത്തൊരു അദ്ദേഹത്തിനൊരു പബ്ലിസിറ്റി കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും 2 കോടിക്ക് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ നിലക്ക് നന്നായി എന്ന് തോന്നലാണ് എനിക്കുള്ളത്. പിന്നെ ഒറ്റ കാര്യം ഞാൻ നേരത്തെ പറയാമെന്ന്, ഷാരൂഖ് ഖാൻ ആദ്യം കണ്ടത് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെറുപ്പത്തിൽ, അല്ലേ ഷാരൂഖ് ഖാൻ ഇതുപോലെ തന്നെയാണ് കാണാൻ. ഞാൻ ഈ അരുന്ധതിയുടെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ മിസ് ചെയ്തൊരു കാര്യം, ഈ അവരുടെ സിനിമയുണ്ടല്ലോ ഇൻ വിച്ച് ആനി ഗിവ്സ് ഇറ്റ് ദോസ് വൺസ്, അവരെഴുതിയ ആ സിനിമയിൽ ഷാരൂഖ് ഖാൻ ഒരു ചെറിയ റോളിലോ മറ്റോ ഉണ്ട്. ഞാനത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരാമർശിക്കും ഇവരത് വിചാരിച്ചിരുന്നു. അപ്പോൾ അന്ന് ഷൂട്ടിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ, പക്ഷേ അതിനെപ്പറ്റി ഒന്നും അവർ പറഞ്ഞില്ല. അപ്പോൾ ആ സിനിമയിൽ കണ്ട ചെറിയ ഒരു കുറച്ച് നേരം മാത്രം നീണ്ടു നിൽക്കുന്ന, എന്നാണ് യൂട്യൂബിൽ കണ്ടത്, ഇനിയിപ്പം വസ്തുതാപരമല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ചെറിയ ആ കാലത്തെ ഷാരൂഖ് ഖാൻ്റെ അതേ ചിത്രമുള്ള ഈ ചെറുപ്പക്കാരൻ ഷാരൂഖ് ഖാൻ സിനിമകളിൽ ചെയ്തുകൊണ്ടൊരു ഹീറോയിസം ചെയ്തിരിക്കുന്നു എന്നൊരു സന്തോഷമാണ്. യഥാർത്ഥത്തിൽ സന്തോഷിക്കാൻ പാടുണ്ടോ, അയാളൊരു കുഴപ്പം ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സന്തോഷമാണ്. ഇതുവരെ അതായത് അതിനകത്ത് ഈ മട്ടിലുള്ള, അതായത് സമീർ വാങ്കഡയ്ക്ക് വല്ലാതെ സങ്കടം തോന്നാനോ ദേഷ്യം തോന്നാനോ തക്കവണ്ണമുള്ള സംഗതികൾ എന്തെങ്കിലും അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമീർ വാങ്കഡെ എന്നുള്ള പേരില്ല, അതിനോട് ഏതാണ്ട് അതിനോട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള മറ്റൊന്നുമില്ല. പക്ഷെ കണ്ടാൽ ഈ ഉദ്യോഗസ്ഥൻ സമീർ വാങ്കഡെ പോലെ തന്നെ ഇരിക്കും, അതാണ് പ്രശ്നം. അങ്ങനെ ഒരാളെ കണ്ടെത്തി എന്നുള്ളതാണ് അതിനകത്തുള്ള ആ ഒരു എഫേർട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹം ബോളിവുഡിലുള്ളവരെ മാത്രം റെയ്ഡ് ചെയ്യുന്നയാളാണ്. അതായത് പബ്ലിസിറ്റി അയാൾക്ക് താല്പര്യമുള്ള വിഷയമാണ്. സമീർ വാങ്കഡയെക്കുറിച്ച് ഉയർന്നിരുന്ന ആരോപണം അത് തന്നെയാണ്. അയാൾ പബ്ലിസിറ്റി ആണ് അയാളുടെ പ്രധാനപ്പെട്ട താല്പര്യ മേഖല എന്നുള്ളത്. പിന്നെ അയാൾക്ക് ഈ സിനിമാ മേഖലയെക്കുറിച്ചൊന്നും അറിയാത്ത ആളല്ല. സമീർ വാങ്കഡയുടെ ഭാര്യ നടിയാണ്, അറിയപ്പെടുന്ന നടിയാണ് സമീർ വാങ്കഡയുടെ ഭാര്യ, മറാത്ത നടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് നന്നായി അറിയാം, അതിൻ്റെ ഒരു ഫെയിമിനെ കുറിച്ച് അറിയാം, അവിടെ ഇത്തരം ചില ഇടപെടലുകൾ നടത്തിയാൽ കിട്ടുന്ന ഫെയിമിനെ കുറിച്ചും അറിയാം. പിന്നെ ഏതെങ്കിലും ഒരു ഏജൻസി, ഇപ്പോൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മോശമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള എത്രയോ സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു. അത് ബോളിവുഡിലും ഹോളിവുഡിലും ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പോലീസിനെ ഇത് അപമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തേക്കാൻ ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് അല്ലെങ്കിൽ പിന്നെ NCB ഭയങ്കര പരിപാവനമായ ഇതുവരെയുള്ള എല്ലാ കേസുകളിലും സത്യസന്ധമായി മാത്രം പണിയെടുത്ത ഒരു ഏജൻസിയാണ്, അതുകൊണ്ട് അതിനെ ഇങ്ങനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു ആര്യൻ ഖാൻ. അപ്പോൾ അതിനെതിരെ നീങ്ങിയേക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിൽ അതിന് സാഹചര്യം. കാരണം എന്താ, NCB ഇഷ്ടം പോലെ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, NCBക്കെതിരെ ഇഷ്ടം പോലെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. CBIയുടെ പല അന്വേഷണങ്ങളിലും NCB ഉദ്യോഗസ്ഥർ കുടുങ്ങിയിട്ടുണ്ട്. അതെല്ലാ കേസുകൾക്കും ഏതാണ്ട് ഇതേ സ്വഭാവമാണ്. എങ്ങനെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ആരും പതറിപ്പോകുന്നതാണ്. കാരണം ജാമ്യം കിട്ടാത്ത കേസ്, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്ന തരത്തിലുള്ള കേസാണ് ഈ മയക്കുമരുന്ന് കേസുകൾ. അപ്പോൾ അത്തരം കേസുകളിൽ ഉൾപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങുന്ന സ്ഥിതി ഉണ്ട് NCBയിൽ എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയായ CBI തന്നെ പലകുറി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾ കേസ് കൊടുക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അപ്പോൾ ഇതുപോലും കുറേ കാലമായി മുംബൈയിൽ നിന്ന് വന്ന് ചെന്നൈയിൽ കിടക്കുകയാണ്. അപ്പോൾ പബ്ലിസിറ്റി ഒന്നും ഇല്ല, പ്രത്യേകിച്ച് കഴിഞ്ഞ 2022 ശേഷം അങ്ങനെ അറിയപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ആകെപ്പാടെ വരുന്നത് എപ്പോഴെങ്കിലുമൊക്കെ പുള്ളി കേസിൽ കുടുങ്ങുമ്പോഴാണ്. അപ്പോൾ അതിനപ്പുറത്ത് ഒരു പബ്ലിസിറ്റിക്കുള്ള ഒരു സ്കോപ്പ് ഏതായാലും ഇത് ഇറങ്ങിയല്ലോ. കാരണം എല്ലാവരെയും റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സീരീസിൽ. ഷാരൂഖ് ഖാനെ പോലും റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാരൂഖ് ഖാനെ ഉണ്ട്, അത് മാത്രമല്ല കരൺ ജോഹറിനെ ഉണ്ട്, ഇങ്ങനെ എല്ലാവരെയും. മാത്രമല്ല ഈ സെൽഫ് ട്രോളും ഉണ്ട്. അതായത്
സേ നോ ടു ഡ്രഗ്സ് എന്ന് കൂടി എഴുതി കാണിക്കുന്നുണ്ട് ഇയാളുടെ പേര് കാണിക്കുമ്പോൾ ആര്യൻ ഖാൻ്റെ. അപ്പോൾ അതായത് ആ നിലയ്ക്ക് ട്രോൾ ചെയ്യുന്ന ഒരു സംഗതി. അപ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതരം പരാതി സമീർ വാങ്കഡയ്ക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഉള്ള ആരോപണവും CBI കണ്ടെത്തിയ വിഷയം എന്താണ്, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതൊക്കെയുള്ള അടക്കമുള്ള വിഷയങ്ങളാണ്. അതൊക്കെ അദ്ദേഹം കോടതിയിൽ തെളിയിക്കട്ടെ. അതല്ലാതെ ഇങ്ങനെ ഇപ്പോൾ ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അദ്ദേഹത്തിൻ്റെ തന്നെ വീണ്ടും പരിക്കേൽക്കുകയുള്ളൂ. കാരണം ഇതുകൂടി ചിലപ്പോൾ അടുത്ത സീരീസിൽ ഒരു വിഷയമാവാൻ സാധ്യതയുണ്ട്. ട്രോളും സ്പൂഫും സറ്റയറും മാസും അങ്ങനെ ബോളിവുഡിന് കുറേ കാലമായി കൈമോശം വന്ന മുഴുവൻ ചേരുവകളും ചേരുംപടി ചേർന്നതാണ് ആര്യൻ ഖാൻ്റെ ബാർഡ്സ് ഓഫ് ബോളിവുഡ് എന്ന റിവ്യൂകൾ നിരവധി വന്നു. സീരീസിൻ്റെ മേക്കിംഗ് നിലവാരം കണ്ടതോടെ ആര്യൻ ഖാൻ അല്ല ഏതോ ഗോസ്റ്റ് ഡയറക്ടറാണ് സീരീസിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വരെ പിന്നാമ്പുറ വർത്തമാനമുണ്ട്. ആ ഗോസിപ്പൊന്നും RDX എൻഡോസ് ചെയ്യുന്നില്ല. യാഥാർത്ഥ്യം ചിലപ്പോൾ സിനിമയെക്കാളും സീരീസിനേക്കാളും ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞതാകുമല്ലോ. ആര്യനെ സമീർ വാങ്കഡെ പൂട്ടാൻ നോക്കിയതും കൈക്കൂലി കണക്ക് പറഞ്ഞ് വാങ്ങാൻ നോക്കിയതും ഇതെല്ലാം പല വഴി ചോർന്ന് നാട്ടുകാരറിഞ്ഞതും എല്ലാം ഒരു തട്ടിപ്പൂട്ട് ബോളിവുഡ് പടത്തിൻ്റെ പ്ലോട്ട് പോലെ നേരത്തെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. നമുക്കെല്ലാം അത് അവിശ്വസനീയമായി തോന്നിയതുമാണ് പലതും. റീലും റിയലും തമ്മിലുള്ള കണ്ണാരം പുത്തിക്കളിയിൽ കഴമ്പും കാര്യവും ഉണ്ടോ എന്ന് ഇനി കോടതി തീരുമാനിക്കും. അതെന്തുപാട്ടെ ആര്യൻ ഖാൻ ഒരു ഉഗ്രൻ ബോളിവുഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽ തന്നെ എന്ന തിരിച്ചറിവാണ് നമ്മൾ ആസ്വാദകർക്ക് ബാർഡ്സ് ബോളിവുഡ്. അതിൽ RDXൻ്റെ കയ്യടി.